മികച്ച ജീവനക്കാരൻ സർക്കാർ പൊതുമേഖല ചലനവൈകല്യമുള്ള ശ്രീമതി സീന AC. തൃശൂർ നിവാസിയായ ശ്രീമതി സീന നിലവിൽ GVHSS സ്കൂളിലെ പ്രധാന അധ്യാപികയായി ജോലി ചെയ്തു വരുന്നു. കൃഷിക്കുള്ള ഏറ്റവും നല്ല സ്കൂളിനുള്ള ബഹുമതി തൻ്റെ സ്കൂളിന് ലഭിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു. 2022 ഉൾപ്പെടെയുള്ള 6 വർഷങ്ങളിലും SSLC പരീക്ഷയിൽ 100% വിജയം നേടാൻ സാധിച്ചു. ശ്രീമതി സീന AC അവാർഡ് ഏറ്റുവാങ്ങുന്നു. ഇന്നത്തെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഒത്തിരി വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ദിവസവും പേപ്പറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ലഹരി എന്ന് പറയുമ്പോൾ വളരെ തീരെ കുഞ്ഞുങ്ങളെ മുതൽ അത് എഫക്റ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സമൂഹം ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലാവണില്ല, അത്രമാത്രം അധപതിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടികൾ അവർക്ക് അത് മനസ്സിലാവും, മിഠായി ആയിട്ടോ എന്തൊക്കെയോ ആയിട്ടാണ് അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലഹരിയുടെ അവസ്ഥ വല്ലാതെ നമ്മുടെ നാടിനെ പിടിച്ചുലയ്ക്കുകയാണ്. കുട്ടികളിൽ ആ ഒരു ബോധ്യം വളർത്തിയെടുക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കണം. അത്രയും ഭീകരമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിൽ നമ്മൾ അധ്യാപകർ മാത്രമല്ല, സമൂഹം ഒന്നിച്ച് നിന്നാൽ മാത്രമേ അതിനെ ഒരു പോംവഴി കണ്ടെത്താൻ പറ്റുള്ളൂ. എൻ്റെ പേര് സീന. ഞാൻ രാമവർമ്മപുരം ഹൈസ്കൂളിലെ പ്രധാനാധ്യാപികയാണ്. ഞാനിവിടെ 2016 ജൂൺ 18 HM ആയി പ്രൊമോഷനായിട്ട് വന്നു. ഞാൻ മുമ്പ് കുറ്റൂർ സ്കൂളിൽ, പിന്നെ എരുമപ്പെട്ടി സ്കൂള്, ചെറുതുരുത്തി സ്കൂളിൽ 3 സ്കൂളുകളിൽ ഹൈസ്കൂൾ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ വിഷയം മാത്സാണ്. അങ്ങനെ കുറ്റൂർ 18 വർഷം വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് പ്രൊമോഷനായി ഞാനിവിടെ എത്തിയത്. ഇനി ഇത് SLIയുടെ ഇതല്ലേ, ഇത് ഈ ആഴ്ച തന്നെ അയക്കേണ്ടതല്ലേ, അപ്പോൾ അത് ഒപ്പിട്ടിട്ടുണ്ട്. അത് നോക്കണം, സീൽ വെച്ച് കവറിലാക്കിക്കോ. പിന്നെ മോള് എന്ത് പറയണു? മോള് ക്ലാസ്സിൽ പോയിട്ടില്ലെന്ന്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് പൗലോസ്ലീഹ പറഞ്ഞ വാചകങ്ങളാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എന്നെപ്പോലുള്ള ഒരാൾ ഈ പ്രധാന അധ്യാപികയുടെ തസ്തികയിലെത്താൻ തമ്പുരാൻ്റെ വലിയൊരു കരുണയാണെന്ന് ഞാൻ വിശ്വസിക്കുകയും തമ്പുരാന് മഹത്വം നൽകുകയും ചെയ്യാണ്. എൻ്റെ വീട് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ദൂരത്തിലാണ് കൊട്ടേക്കാട് എന്ന് പറയും. അവിടെയാണ് എനിക്ക് ഹസ്ബൻഡ്, മകൻ BTechന് പഠിക്കുന്നു, 2nd ഇയറാണ്. ഞാൻ ഈ സ്കൂളിൽ എത്തിയിട്ട് 6.5 വർഷമായി. 2016 ജൂൺ 18 അവിടെ എത്തിയത്. അന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടുകാല് ചിന്നി കാറിൻ്റെ ഡിക്കിയിലിരുന്നാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്ത് ലീവ് എടുക്കാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വന്നത്. ഒരു ശനിയാഴ്ച ദിവസം കുട്ടികളില്ല എന്നുള്ളൊരു ഉണ്ടാവില്ല, അപ്പോൾ ഓഫീസിലെ കാര്യം മാത്രമല്ല, ഇപ്പോൾ വന്ന് ലീവ് എടുത്ത് പോകാം, ഒരാഴ്ച ലീവ് എടുത്ത് പോകാം എന്നാണ് കരുതിയത്. കാരണം തലേ ദിവസമാണ് വീണിട്ട് ഡോക്ടർ ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ വന്നത്. പക്ഷെ ഇത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അറിയുന്നത് സ്കൂളിലെ SLC സർട്ടിഫിക്കറ്റോ TCയോ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. റിസൾട്ട് വന്നിട്ട് കുറേ ദിവസങ്ങളായി. ഞാൻ 18-ാം തീയതി ജോയിൻ ചെയ്യുമ്പോൾ ശനിയാഴ്ച, തിങ്കളാഴ്ച 20-ാം തീയതി കുട്ടികൾക്ക് +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ വന്നത് HM അല്ലാതെ വേറെ ആൾക്കത് സൈൻ ചെയ്യാൻ പറ്റൂല SLC സർട്ടിഫിക്കറ്റ്. കുട്ടികൾ വന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെങ്കിൽ കുട്ടികളുടെ ഭാവിക്കൊരു പ്രശ്നമായാലോ എന്നുള്ള ആശങ്കയിൽ ഞാനത് തിങ്കളാഴ്ച വീണ്ടും വരാമെന്നുള്ള വാക്ക് കൊടുത്ത് സീല് നിർമ്മിച്ച് വരാമെന്നേറ്റ് ഞാൻ തിരിച്ചുപോയി. ലീവ് എടുക്കാൻ സാധിച്ചില്ല. ഞാൻ തിങ്കളാഴ്ച സീലൊക്കെ നിർമ്മിച്ച് ഇവിടെ എത്തുമ്പോൾ കുട്ടികൾ TC വാങ്ങാൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ തന്നെ എനിക്കത് SLC സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് TC ഒപ്പിട്ട് അവർക്ക് കൊടുക്കാൻ സാധിച്ചു. എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി ആയിരുന്നു അത്. ഒത്തിരി ത്യാഗം അതിൻ്റെ പിന്നിലുണ്ട്. ബെഡ് റിഡൺ ആണ് ശരിക്കും. ഒരു കാലം ഒട്ടും മടങ്ങാൻ പറ്റില്ല.
നടക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ ഫുള്ള് കിടപ്പാണ് എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ ഏൽപ്പിച്ച് നേരെ വീൽ ചെയറിലേക്ക് ഇരുത്തി വീൽ ചെയറിൻ്റെ കാല് വയ്ക്കുന്ന സാധനം മുകളിലേക്ക് പൊന്നിച്ച് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വെച്ച് അതുമേക്ക് കാല് അനക്കാണ്ട് വെച്ച് നേരെ കാറിൻ്റെ അവിടെ വന്ന് കാറിലേക്ക് ഇങ്ങനെ വലിച്ച് കയറ്റി വയ്ക്കണം. അങ്ങനെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഹസ്ബൻഡ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ എനിക്ക് ജോലിയോടും ഒത്തിരി ആത്മാർത്ഥത, ഒത്തിരി ആഗ്രഹമുണ്ട് എനിക്ക് ജോലി ചെയ്യണമെന്ന്. ആ ഒരു ഇതിൽ ഞാൻ ഇത്രയും ദിവസം ഇവിടെ വന്നു ജോലി ചെയ്തത്. അങ്ങനെ കാറിലിരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് പേപ്പർ കുട്ടികൾക്ക് കൊടുക്കണം, സ്കൂളിൽ പേപ്പർ കൊടുക്കണ ഒരു സംവിധാനം ഇപ്പോൾ എല്ലാ പത്രക്കാരും ചെയ്യുന്നുണ്ട്. അതുപോലെ വന്നൊരു പത്രക്കാരൻ, അതിലൊരു ക്യാമറാമാനാണ് എന്നെ നോട്ട് ചെയ്തത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ടീച്ചർക്ക് വയ്യാത്ത ആളാന്ന് പറയണ്ടല്ലോ, പിന്നെ കാലൊടിഞ്ഞിട്ട് എങ്ങനെ സ്കൂളിലെത്താൻ പറ്റണേ? എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്, പക്ഷേ ഒരു പനി വന്നാൽ പോലും ലീവ് എടുക്കും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ടീച്ചർക്ക് എങ്ങനെ ഇത് വരാൻ പറ്റണേ, എങ്ങനെ തോന്നണേ എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതറിയില്ല, എൻ്റെ ഉള്ളിൽ പണ്ട് തൊട്ടേ അങ്ങനെയാണ്, ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എച്ചമായിട്ട് ഏറ്റെടുത്തപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലാണ് വന്ന് ഏറ്റെടുക്കേണ്ട ഒരു അത് വന്ന്, അതുകൊണ്ട് പിന്നെ ഞാനത് ഫുള്ള് ചെയ്യണമെന്ന് വശിക്ക് വരുന്നതാണ്. എൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം കിട്ടാനും ഒക്കത്തിനും കൂടിയിട്ട് ഞാൻ വന്നിരുന്നതാണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എല്ലാവരും അറിയണം ടീച്ചറെ, ഇങ്ങനെ ഇത്രയും ത്യാഗം ചെയ്ത് ടീച്ചർ സ്കൂളിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നാട്ടുകാരെ അറിയണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വർഷം അധ്യാപക ദിനത്തിന് 2016 സെപ്റ്റംബർ 5 അത് പത്രമാധ്യമങ്ങളിൽ അത് ഒത്തിരി പ്രാധാന്യത്തോടെ വന്നിരുന്ന വാർത്തയായിരുന്നു. ഡിക്കിയിലെ പ്രധാന അധ്യാപിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പേപ്പറിൽ പല ഇതിലും വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒത്തിരി പഴയ സുഹൃത്തുക്കളെ, ഒത്തിരി പഴയ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ ഒക്കെ അവർ എന്നെ കണ്ടെത്തി, അവരെന്നെ സ്കൂളിലേക്ക് ഫോൺ ചെയ്ത് എന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അതെനിക്ക് ഒത്തിരി സന്തോഷം നൽകിയൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത് കാരണം ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എൻ്റെ വയ്യായികയെ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതൊരു അച്ചമ്മയില്ലാത്തൊരു വിഷമത്തിലായിരുന്നു, കുട്ടികൾക്ക് ടി സി കിട്ടുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ചെയ്തു കൊടുത്തു. ഒത്തിരി സന്തോഷത്തോടെ ടി സി ഒക്കെ വാങ്ങി കുട്ടികൾ വീട്ടിലേക്ക് പോയത്, അവർ അഡ്മിഷന് വേണ്ടി പോണത്. ആ പ്രവർത്തനം ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം തന്ന നിമിഷങ്ങളായിരുന്നു അത്. പിന്നെ 2 ദിവസം ലീവ് എടുത്ത് പിന്നെ ഞാൻ വീണ്ടും വരേണ്ടി വന്നു. സ്കൂളിൽ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വീണ്ടും വന്ന് നോക്കുമ്പോൾ കുട്ടികളിരിക്കുന്ന റൂംസ് ചോർന്നൊലിക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ വേഗം കോർപ്പറേഷൻ അപേക്ഷ കൊടുത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇടുക്കിയിലിരുന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പ്ലാസ്റ്റർ വെട്ടാമെന്നുള്ള സന്തോഷത്തോടെ ഞാൻ പോയത്. 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് സ്കൂളിലെത്താലോ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ അവർ വീണ്ടും എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു മുടിനാരയുടെ അത്ര ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, ഒരു രക്ഷയില്ല, 28 ദിവസം കംപ്ലീറ്റ്
പ്ലാസ്റ്റർ ഇടണം എന്നൊരു ആവശ്യം ഡോക്ടർ പറഞ്ഞു. ഞാനപ്പോൾ സത്യത്തിൽ വിഷമിച്ചു പോയി. കാരണം എനിക്ക് സ്കൂളിൽ ജോലി എച്ചമായിട്ട് എനിക്ക് ഒരു ദിവസം പോലും നന്നായി ജോലി ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ള വിഷമം. കാറിൻ്റെ ഡിക്കിയിലിരുന്നിട്ടാണ് ഇനിയും ചെയ്യണ്ടേ എന്നുള്ളൊരു വേദനയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, പറ്റില്ല സാറേ, എനിക്ക് സ്കൂളിൽ പോയേ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പറ്റില്ല, എങ്ങനെ പോകാനാണ്, കാലം ഒട്ടും മടങ്ങില്ല, പിന്നെ എങ്ങനെയാണ് പോവുക? അപ്പോൾ ഞാൻ എങ്ങനെയാലും ഞാൻ പോവും, പോയ റിസ്ക്കാണ്, കൂടുതലായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, പ്രശ്നങ്ങളാണ്, മുട്ടിൻ്റെ ചിരട്ടിയാണ്, പ്രശ്നമാവും. ഇല്ല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അവസാനം തമ്പ് കഴിച്ചിട്ട് പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു, ധൈര്യം, പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ ബാക്കി 28 ദിവസം ഞാൻ ഇടുക്കിയിലിരുന്ന് സ്കൂളിൽ വന്നു. സ്കൂളിലെ കാര്യങ്ങൾ അന്വേഷിച്ചു. കാറിൻ്റെ ബാക്ക് സ്കൂളിൻ്റെ ഓഫീസിൻ്റെ അവിടേക്ക് തിരിച്ചിട്ട് ക്ലർക്കിൻ്റെ അടുത്ത് സ്റ്റൂളിട്ട് വന്നിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ അതൊക്കെ മറക്കാൻ പറ്റാത്ത സംഭവങ്ങളായിരുന്നു. ഞാൻ വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. 6 വർഷത്തെ SLCക്കും 100% വിജയം നേടാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ദൈവകൃപയായിട്ട് ഞാൻ കാണുകയാണ്. അതിന് എൻ്റെ കൂടെ ടീച്ചേഴ്സും എല്ലാവരും ഒപ്പം നിന്നതുകൊണ്ടാണ് അത് കിട്ടണത്, അല്ലെങ്കിൽ അത് കിട്ടില്ല. ഈവനിങ് ക്ലാസ് എടുത്തും പഠിപ്പിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ പ്രത്യേകം കണ്ടെത്തി അവരെ പഠിപ്പിച്ചും പരീക്ഷയുടെ സമയമാകുമ്പോൾ നമ്മളവർക്ക് സ്പെഷ്യലായിട്ടൊരു ക്ലാസ് കൊടുക്കാറുണ്ട്. അങ്ങനെ അത് ചെയ്തും ഒക്കെയാണ് നമ്മൾ ഈ 100% വിജയത്തിലെത്തിയത്. ഇപ്പോഴത്തെ ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ മികച്ച ഭിന്നശേഷി അവാർഡ് കിട്ടിയ ജീവനക്കാരി ഞങ്ങളുടെ പ്രധാന അധ്യാപികയായ സീന ടീച്ചറാണ്. ടീച്ചർക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ സ്കൂൾ മൊത്തം അനുമോദിക്കുകയുണ്ടായി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. പിന്നെ തുടർന്ന് കാര്യങ്ങൾ ഓരോ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ സ്കൂളിൽ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി തന്നെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒന്നായിരുന്നു കൃഷി, 1 ഏക്കർ നെൽകൃഷി ചെയ്തിരുന്നത്. അതിന് കാരണമായത് നമ്മുടെ സ്കൂളിൽ അന്ന് 3 ഏക്കർ ഭൂമിയാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 ഏക്കർ ഭൂമിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വില്ലേജ് ഓഫീസറെ സമീപിച്ചത്. അപ്പോൾ വില്ലേജ് ഓഫീസറാണ് പറഞ്ഞത്, ടീച്ചറെ, ഇതിന് ബാക്കിലുള്ള പുറമ്പോക്ക് ഭൂമിയും നിങ്ങൾക്കായിട്ട് അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു അപേക്ഷ കിട്ടാത്ത കാരണമാണ് ഇതുവരെ അത് അറ്റാച്ച് ചെയ്ത് തരാതിരുന്നത്. എന്തായാലും സന്തോഷം, ടീച്ചർ ഒരു അപേക്ഷ തന്നതിൽ വളരെ സന്തോഷം. ഞാൻ ഇന്ന് തന്നെ അതിൻ്റെ BTR ചെയ്ത് തരാമെന്ന് പറഞ്ഞതും, അങ്ങനെ എൻ്റെ ചെറിയൊരു ഇടപെടലിലൂടെ 3.25 ഏക്കർ ഭൂമി സ്കൂളിന് സ്വന്തമായിട്ട് സ്കൂളിൻ്റെ പേരിൽ HM GVHS രാമവർമ്മപുരം എന്ന പേരിൽ നമുക്ക് BTR അടിച്ചു തരികയും ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട്. പണ്ടിത് പുറമ്പോക്കായിട്ട് കിടന്നിരുന്നൊരു ഭൂമിയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന കാരണം നമുക്ക് അറ്റാച്ച് ചെയ്ത് കിട്ടാനും എളുപ്പമായിരുന്നു. അങ്ങനെ അത് നമ്മുടെ സ്കൂളിനോട് ചേർക്കപ്പെട്ടു. നമുക്ക് സ്വന്തമായിട്ടൊരു കളി സ്ഥലം സ്കൂളിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ്. അത് എന്നിലൂടെ ദൈവം ചെയ്തൊരു പ്രവൃത്തിയായിട്ട് ഞാനത് കാണുകയാണ്. ഇഷ്ടം പോലെ കളിക്കാനും കൃഷി ചെയ്യാനും. ഇവിടെയാണ് ഞാൻ 1 ഏക്കർ നെൽകൃഷി ചെയ്തത്. കുറച്ചങ്ങ് മാറി അറ്റത്ത്, ഗ്രൗണ്ടിൻ്റെ അങ്ങറ്റത്ത് കൃഷി ചെയ്തത് അതൊരു വിജയമാക്കി മാറ്റാൻ സാധിച്ചു. അതിന് സഹപ്രവർത്തകരും PTA-യും നാട്ടുകാരും എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് നമുക്കൊരു വലിയൊരു വിജയമാക്കി മാറ്റാൻ സാധിച്ചത്. അത് ഒത്തിരി പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന് അത് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പാകത്തിന് അത് വളർന്നിരുന്നു. വെറും 40 കുട്ടികളെ വെച്ചിട്ട് ആണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ കൃഷിമന്ത്രിയും മേയർ അങ്ങനെ ഒത്തിരി ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ തന്നെ നമുക്കത് ഗംഭീരമാക്കാനായിട്ട് സാധിച്ചു. വിതയുത്സവവും കൊയ്ത്തുത്സവവും രണ്ടും ഈ നാടിൻ്റെ തന്നെ ഒരു ആഘോഷമാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചു. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന തിരുവചനമാണ് അവിടെ അർത്ഥവത്തായതെന്ന് എനിക്ക് തോന്നുന്നു. അധ്യാപനം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ അഗാധയിൽ നിന്ന് വരേണ്ട ഒരു ജോലിയാണ്. തൊഴിലിന് മാത്രമായിട്ട് ആരും തന്നെ അധ്യാപനം സ്വീകരിക്കരുത്. കാരണം ശമ്പളമുണ്ട് എന്ന് കരുതി ആർക്കും സ്വീകരിക്കാവുന്ന ഒരു മേഖലയല്ല അധ്യാപക ജീവിതം. കാരണം കുട്ടികളായിട്ട്, പലതരം കുട്ടികളായിട്ട് ഇടപഴകേണ്ടതാണ്. അവരെ മനസ്സ് മുറിയാതെ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലൊരു അധ്യാപകൻ ഉണ്ടാവണം, ഒരു അമ്മയുണ്ടാവണം, ഒരു സഹോദരി ഉണ്ടാവണം. എല്ലാം കൊണ്ടും നമ്മൾ കുട്ടികളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കവിടെ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു അധ്യാപകൻ നല്ലതെന്ന് അവരുടെ മനസ്സിൽ തോന്നുമ്പോൾ, എപ്പോഴാണ് തോന്നുന്നത് അപ്പം മുതൽ അവർ ആ വിഷയം പഠിച്ചു തുടങ്ങും. ഇപ്പം എൻ്റെ വിഷയം മാത്സ് ആയിരുന്നു. മാത്സ് ഒത്തിരി ബുദ്ധിമുട്ടാണ് എല്ലാ കുട്ടികൾക്കും.
അതെനിക്കറിയാം. ഞാൻ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. പിന്നെ അങ്ങനെ അരിപ്പയിലരിക്കുന്ന പോലെ കുറേ കുട്ടികൾ താഴോട്ട് പോണത് കണ്ടറിഞ്ഞു. അപ്പോഴാണ് ഞാൻ തീരുമാനം എടുത്തത്, ഈ കിട്ടാത്ത കുട്ടികൾക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് ബാക്കി സമയം വീട്ടിലിരുന്നിട്ട് ഈ കുട്ടികളെ നമ്മൾ ചേർത്ത് വിളിക്കുക. പല കുട്ടികളും വരാൻ വിസമ്മതം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡും കാറിൽ പോയി അവരെ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ട് വീട്ടിലിരുത്തി പഠിപ്പിക്കാറുണ്ട്, എൻ്റെ വീട്ടിലിരുന്ന്. അങ്ങനെ നമ്മൾ അവരുടെ ആ കണക്കിൻ്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് ഈസി ആയിട്ട് ജയിക്കാവുന്ന മെത്തേഡുകൾ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവർക്ക് കുറച്ചെങ്കിലും താല്പര്യം അതിൽ വരും. അങ്ങനെയാണ് അവർ ജയിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റൂർ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്ത 17 വർഷം എൻ്റെ ക്ലാസ്സിൽ ഒരൊറ്റ കുട്ടി ഗണിതത്തിൽ തോറ്റിട്ടില്ല. അതുപോലെ നമ്മൾ ഓരോരുത്തരുടെ കാര്യത്തിലായാലും അധ്യാപകർ ഇടപെടുമ്പോൾ അതിനുള്ള മാറ്റം ആ കുട്ടികളിലുണ്ടാവും. അവരെത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മളെ തേടി വരും. നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കണ്ടോന്നുണ്ടോ? എല്ലാത്തിലും ഡാൻസിൽ മാത്രം പോരാ കളി, ഫുട്ബോളിലും ക്രിക്കറ്റും ഒക്കെ കളിക്കണം. പഠനവും വേണം. അതന്നെ, അങ്ങനെ മിടുക്കി. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എൻ്റെ എല്ലാ വിജയത്തിനും കൂടെ നിൽക്കാൻ എൻ്റെ ഹസ്ബൻഡ് ജേക്കബ് ചേട്ടനുണ്ട്. ആളെ എത്താറായി തുടങ്ങിയിട്ടുണ്ട്. വരും 5 മണി വരെയാണല്ലോ, അപ്പോൾ ഒരു 4:30 4:45 ആൾ എത്താറുണ്ട്. അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അധ്യാപകൻ്റെ മകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആളുടെ ബ്ലഡിലും ആ ഒരു അധ്യാപനത്തിൻ്റെ ആ ഒരു ചിന്തയുള്ളത് കാര്യത്തിനായിരിക്കാം കുട്ടികളെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ മടിയന്മാരെ അവിടെ പോയി കളിക്കിനോടത്ത് പോയി വിളിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്, കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ജേക്കബ് ചേട്ടൻ ആണ് ശരിക്കും എൻ്റെ ഒരു വിജയത്തിൻ്റെ പിന്നിൽ. തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു ബിഗ് സീറോ ആയി പോകാമായിരുന്ന ഞാൻ ആളുടെ കൂടെ ഇപ്പോൾ ഒരു വിലയുള്ള ആളായി മാറി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷം തികഞ്ഞു. ജൂബിലി ഞങ്ങൾ ഈ ജൂൺ മാസത്തിൽ ആഘോഷിച്ചിരുന്നു. 1997 ജൂൺ 22-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. തൃശ്ശൂർ ജില്ലയിലെ കൊട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. തറയിൽ കുടുംബാംഗമാണ് അദ്ദേഹം. തറയിൽ അന്തോണി മാഷയുടെ മകനാണ് ജേക്കബ്. ജേക്കബ് ചേട്ടൊന്ന് പറയും നമ്മുടെ കല്യാണത്തിനെ കുറിച്ചിട്ട്. ആളത്ര പെട്ടെന്ന് അങ്ങോട്ട് മിണ്ടില്ല. ഞാൻ നന്നായി സംസാരിക്കുന്ന കാരണം ആയിരിക്കാം ചിലപ്പോൾ അത്. ആളത്രയ്ക്കൊന്നും അങ്ങോട്ട് സംസാരിക്കില്ല. ജേക്കബ് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കല്യാണത്തിന് മുമ്പ് ആൾ കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ച് നടക്കുന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് ആളുടെ അനിയനൊക്കെ കല്യാണം കഴിച്ചു. പക്ഷെ അവരുടെ അമ്മ എന്നോട് പറയാറുണ്ട്, ഒത്തിരി കൊന്ത ചൊല്ലിയിട്ട് തിരിച്ചു വന്ന മകനാണെന്ന്. കാരണം ഗൾഫിലായിരുന്നു. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും ഞാൻ ചിലപ്പോൾ വന്നത്. എനിക്ക് വരണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ലേ. ഞാനിങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ ജീവിക്കുക, അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ഞാൻ ചിന്തയുണ്ടായിരുന്നില്ല. പിന്നെ ഭാരതന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ നാട്ടിലെത്തി.
ഇളയപ്പൻ്റെ മോൻ്റെ കൂടെ ഇവരെ കാണാൻ പോയി. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആൾ പറയണേ, കല്യാണം കഴിക്കുകയാണെങ്കിൽ ആരുമില്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരോ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളവരിനെ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം എടുത്തിരുന്നു എന്ന്. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട്, ആളുടെ ബന്ധുവാൻ കൂടിയാണ്. അപ്പോൾ ആൾ ഞങ്ങൾ ഹോസ്റ്റലിൽ ഒന്നിച്ച് ഷൊർണൂർ ഹോസ്റ്റലിലുണ്ടായിരുന്നു. അപ്പോൾ അവളാണ് പറഞ്ഞത് ഇങ്ങനൊരു കുട്ടീൻ്റെ ഒന്ന് കാണാൻ പൊക്കൂടെയെന്ന്. അപ്പോൾ അങ്ങനെ ആൾ എൻ്റെ വീട്ടിൽ വന്ന് കാണുകയും ആൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തത്. എന്നിട്ട് എനിക്ക് ഡൗട്ടായി, എന്നെ നേരിൽ അന്ന് ഞാൻ നടക്കുമല്ലോ, ഇഷ്ടംപോലെ നടക്കും, വീഴുമെങ്കിൽ കൂടിയും നടക്കും. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കുറവുകൾ മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് തോന്നിയിട്ട് ഞാൻ ആളെന്നെ വീണ്ടും വിളിപ്പിച്ചു. അപ്പോൾ അത് ആൾ രണ്ടാമതും വന്നിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ എൻ്റെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞു, എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റില്ല, ഇന്നത് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ആൾ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. എനിക്കിഷ്ടമായി. പലരും എന്നോട് പറഞ്ഞു അത് വേണ്ട, അത് ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നത്. പിന്നെ ഞാൻ പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ട്, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം കുറേ കാലം നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിച്ചില്ലേ. അപ്പോൾ ആളുടെ കൂടെ നിന്ന് ആളുടെ ഇളപ്പൻ്റെ മകനാണ് വന്നിരുന്നത്, ലാസറേട്ടൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് AC ഒക്കെ എടുത്ത് പൊക്കണ ആളാണ്, പിന്നെ എന്താ പേടിക്കാനുള്ളത്, സീനൊന്നും എടുത്ത് പൊക്കാനൊന്നൊരു വിഷമം ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ആ രണ്ടാം വട്ടത്തെ സന്ദർശനത്തിലാണ് എനിക്കൊരു ധൈര്യം വന്നത്. അങ്ങനെയാണ് പിന്നെ കല്യാണം കഴിക്കാൻ ഞാനും സമ്മതിച്ച. അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടന്നത്. അപ്പോൾ ആൾ പറഞ്ഞ കണ്ടീഷൻ രണ്ടും ശരിയായി. ആരുമില്ലാത്ത ആളെന്ന് വെച്ചാൽ മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല എൻ്റെ കല്യാണം കഴിയുമ്പോൾ, പിന്നെ ഇങ്ങനെ വയ്യാത്ത ആളും. അതുകൊണ്ട് അങ്ങനെ ആളുടെ 2 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തതിന് ശേഷമാണ് കല്യാണം നടന്നേക്കണത്. അതൊരു വലിയൊരു അനുഭവമായിട്ട് തോന്നണേ. കാരണം മനസ്സിലാഗ്രഹിച്ചത് ദൈവം എന്നിലൂടെ അങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്തത്. ഭാര്യയെ കുറിച്ച് പറയാനെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ വളർന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസയുടെ അല്ല, നടക്കാനും ഇരിക്കാനും എല്ലാവരും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പഠിച്ച് ഉയർന്നത്. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു അങ്ങനെ ഒരാളെയാണ് ഞാനും നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ടീച്ചറിനെ എനിക്കിഷ്ടം തന്നെയാണ്. ഞങ്ങൾക്കൊരു മോനുണ്ട്, സെബാസ്റ്റ്യൻ. അവൻ BTech പഠിക്കണു, 2nd ഇയറാണ്, തൃശ്ശൂർ വിദ്യ അക്കാദമിയിൽ. മോനെ സെബാസ്റ്റ്യ, മോനെ എന്താ ഇങ്ങോട്ട് വാ. എന്തായി, പഠിത്തം കഴിഞ്ഞോ? കുറച്ചൊക്കെ. ഇതാണ് ഞങ്ങളുടെ മകൻ സെബാസ്റ്റ്യൻ. മോൻ സെബാസ്റ്റ്യൻ ഇവിടെ കൊട്ടേക്കാട് പള്ളിയിൽ ചേർന്ന് പ്രവർത്തിക്കും, എല്ലാ പ്രവർത്തനങ്ങളിലും. ആൾ ജീസസ് യൂത്താണ്. ജീസസ് യൂത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയാണ്. CLCയിലും ട്രഷറാണ്, ഫൊറോന ട്രഷറാണ് ആൾ. അതുകൂടാതെ തന്നെ ജീസസ് യൂത്തിൻ്റെ ക്യാമ്പസ് മീറ്റ്, പ്രൊഫിക്കസ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന അതിലൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ ബുധനാഴ്ചയും ഇവിടെ ജീസസ് യൂത്തിൻ്റെ പ്രയർ ഉണ്ടാവും, വൈകിട്ട് 8 മണിക്ക്. അതിൽ പങ്കെടുക്കും. അങ്ങനെ പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ശാലി ടീച്ചറെ, എന്താ ഇപ്പോ വലിയ അവാർഡൊക്കെ കിട്ടിയിരിക്കണം. സന്തോഷം കേട്ടോ നിങ്ങൾ എത്തിയ രണ്ടാളും. ജോസേട്ടാ ദൈവത്തിന്റെ കരുണ കൊണ്ട് ഇത്ര വരെ എത്തിയില്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിൽ എത്തിയില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഇരിക്കും ടീച്ചർ. കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെ അവാർഡ് കിട്ടിയതിനു ശേഷം ഇങ്ങനെ തിരക്കന്നെ, കുറച്ച് പല സ്വീകരണങ്ങള് പേപ്പറിൽ ഞാൻ കാണുന്നുണ്ട്, പിന്നെ വാട്സാപ്പിലും ഇതിലൊക്കെ എപ്പോഴും കാണുന്നുണ്ട്. ഒക്കെ സന്തോഷം കൊണ്ട് നിറയും. എന്നെ കൊണ്ടൊന്നും പറ്റാത്ത ഒരാളാണ് എന്നുള്ളൊരു തോന്നലിൽ നിന്ന് എനിക്കൊരു വിടുതലും കിട്ടി. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു തോന്നലും എൻ്റെ ഉള്ളിൽ വരുത്താൻ പറ്റി. എൻ്റെ അമ്മയുടെ വീട് ചിറ്റാട്ടുകരയാണ്, സീനയുടെ വീടും ചിറ്റാട്ടുകരയാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ സീന ചെറിയ കുട്ടിയാണ്. പക്ഷെ അന്ന് തന്നെ ഞാൻ അങ്ങാടി വീടാണ്. അപ്പോൾ അതിൽ സീന ഇങ്ങനെ നടന്ന്, ഈ കാലിന് സുഖമില്ലാത്ത കുട്ടി നടന്ന് നേരം വെളുക്കുമ്പോൾ പള്ളിയിൽ പോകുന്ന ഒരു കാഴ്ച എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ കാല് വളരെ സാധാരണ കുട്ടികളുടെ മാതിരിയല്ല, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ട് നടന്ന് സംസാരിച്ച് പള്ളിയിൽ പോകുന്ന ആ ഒരു
ടീച്ചർ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരുപാട് കാലം, പിന്നെ കുറച്ച് കാലം എനിക്കറിയില്ല സീന എവിടെയായിരുന്നു. പിന്നെ 98-ലാണെന്ന് തോന്നുന്നു അല്ലേ സീന, ഞാൻ കുറ്റൂർ സ്കൂളിൽ ഉള്ളപ്പോൾ സീന ജോയിൻ ചെയ്യാൻ വന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ സൗഹൃദം ഉണ്ടായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ എന്താ പറയുക, എല്ലാവിധ ഇനിയും ഇതിപ്പോൾ സംസ്ഥാന അവാർഡാണ്, ഇനി നാഷണൽ അവാർഡ്, പിന്നെ അതുപോലെ ടീച്ചിങ്ങിനും ഒരു നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതെന്താണെന്ന് വെച്ചാൽ മറ്റൊരു സീനയ്ക്ക് മാത്രമല്ല ഇതുപോലെ അനുഭവിക്കുന്ന പലരും ഉണ്ട്. സീന കാലിനാണ് അല്ലെങ്കിൽ ശരീരം അതുപോലെ പലതരത്തിൽ പരിമിതികളുള്ളവർക്കൊക്കെ ഒരു മാതൃകയാവാനായിട്ട് സാധിക്കട്ടെ. 1.5 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ അസുഖം. മസ്കുലർ ഡിസ്ട്രോഫി എന്നാണ് അതിനെ പറയുക. ആദ്യം ഓടി നടക്കുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വീഴുമെങ്കിലും ആ ഒരു നാണക്കേടില്ലാണ്ട് എനിക്ക് നടക്കും. പിന്നെ സ്കൂളിൽ ടീച്ചിങ്ങിന് വന്നപ്പോൾ തുടക്കത്തിൽ ഒറ്റയ്ക്ക് തന്നെ ഓട്ടോ വിളിച്ച് ഞാൻ യാത്ര ചെയ്യാറൊക്കെ ഉണ്ട്. ഹൗസിംഗ് ബോർഡിൽ ജോലി കിട്ടിയ സമയങ്ങളിൽ 6 മാസവും ഞാൻ കൈ കാണിച്ച് റൂട്ടിലിറങ്ങി നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നത്. ഞങ്ങളുടെ അവിടെ ഒരു പുറത്തത്തെ ഹാപ്പിനെസ്സും ഞങ്ങളിവിടെ ഇപ്പോൾ കളിച്ചതൊക്കെ നിങ്ങൾ കണ്ടു. ഇതിലിപ്പോൾ ഈ ഒരു ഹാപ്പിനെസ്സിനേക്കാൾ മുമ്പ് ഒരു 5-6 വർഷം മുമ്പിലേക്ക് പോകുകയാണെങ്കിൽ ഒരു സാഡ് മൊമെന്റ്സ് ഉണ്ട്. അതായത് ഇപ്പം അമ്മയ്ക്കായാലും ഇപ്പം ഞങ്ങൾക്ക് ഫാമിലിക്കായാലും കുറച്ച് സാഡ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് വീൽ ചെയർ ഇല്ലാത്ത ടൈമിലൊക്കെ അമ്മ കൈ പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ ഒരു ചുമരുമ ചായറ്റായി നടക്കുന്നുണ്ടാവുക. ഇപ്പോൾ സ്കൂളുകളിലായാലും അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോഴായാലും അമ്മയുടെ കുട്ടികളായിരിക്കും കൂടെ ഒപ്പം ചേർന്നുണ്ടാവുക. അത് കഴിഞ്ഞ് അമ്മ HMൻ്റെ ഒരു പ്രൊമോഷൻ കിട്ടിയപ്പോഴാണ്, ആ ഒരു ടൈമിലാണ് ബാംഗ്ലൂർ ഡേയ്സ് എന്നുള്ള സിനിമ ഞങ്ങൾ കാണുന്നത്. ആ ഒരു സിനിമയിൽ ഈ ഒരു വീൽ ചെയർ, ആ ഒരു സിനിമയിലത്തെ ഒരു വീൽ ചെയർ ഞാൻ കണ്ടു. ആ ഒരു പാട്ടിലും കാരണം കുറേ ഈ വീൽ ചെയറിൻ്റെ ഒരു പ്രസസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന കണ്ട. അപ്പം അമ്മോടിങ്ങനെ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു വീൽ ചെയർ വാങ്ങുകയാണെങ്കിൽ അമ്മയ്ക്കും കുറച്ച് ഉപകാരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ചിന്തിച്ചു തുടങ്ങി അതിനെ കുറിച്ചിട്ട്. എന്നിട്ട് ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു ചിന്തയിൽ വന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഈ ഒരു വീൽ ചെയർ ഓർഡർ ചെയ്യുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വീൽ ചെയർ കിട്ടിയപ്പോൾ ഇപ്പോൾ കണ്ടൊരു ഹാപ്പിനെസ്സും, അല്ലെങ്കിൽ സ്കൂളുകളിലായാലും സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്ങൾക്ക്, കല്യാണത്തിന്, ഓരോ ഫംഗ്ഷൻസിന്, പെരുന്നാളുകൾക്ക്, ട്രിപ്പ് എന്തെങ്കിലും പോയാലും ഈ ഒരു വീൽ ചെയർ കാരണം നമുക്ക് കുറേ ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട്. അമ്മ ഹാപ്പി ആയപ്പോൾ ഞങ്ങൾ ഫാമിലി മുഴുവൻ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജേക്കബ് ചേട്ടൻ എന്നെ ഇട്ടിട്ട് ഞാൻ പൊക്കോളം പറഞ്ഞാൽ ആൾ കൂട്ടാക്കില്ല, ആൾക്ക് പേടിയാണ്. അതായത് അയ്യോ ഇനി വല്ല ആവശ്യം വന്നാലോ. വീൽ ചെയറായപ്പോൾ കുറച്ചും കൂടി ഒരു ധൈര്യമായി ആൾക്ക്. മറ്റത് ഞാൻ ഇടയ്ക്ക് വീണ കാരണം പണ്ടൊക്കെ വല്ലയിടത്തേക്ക് പോയിട്ട് വായോ എന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. ഞാൻ വീണാലോ, അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു ചെയറുണ്ട് അവിടെ ഇരുത്തിയിട്ട് ഇനി ഇവിടുന്ന് അനങ്ങരുത്, ഞാൻ വരെയെന്ന് പറഞ്ഞിട്ട് പോവാ. മക്കളെ കുറെ കാലമായി നമ്മൾ കണ്ടിട്ട്. നമുക്ക് എന്തായാലും ഒരുമിച്ച് കൂടാൻ പറ്റിയതിൽ സന്തോഷം. തീർച്ചയായും ഒത്തിരി സന്തോഷമുണ്ട്. ടീച്ചർക്ക് എന്താ പറയാ ഒരു അംഗീകാരം കിട്ടിയതിലും അതിലുപരി അത് ഞങ്ങളുടെ ടീച്ചറാണെന്നുള്ളതിലും വളരെ അഭിമാനമുണ്ട്. ഇനി ഉയരങ്ങളിലോട്ട് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മള് പഠിച്ച കാലഘട്ടമൊക്കെ എനിക്കിപ്പോ ഓർമ്മയുണ്ട്. വിജീഷ് ഓർക്കുന്നുണ്ടോ അറിയില്ല. നമ്മൾ പഠിക്കുമ്പോൾ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ് റൂം ഇടിഞ്ഞു പൊളിഞ്ഞു വീണായിരുന്നു. അന്ന് ഡെന്നിയച്ചന്റെ ചേട്ടനൊക്കെ ടീച്ചറുടെ ക്ലാസ്സിലുണ്ട്. അന്ന് ടീച്ചർ വിട്ടുപോയായിരുന്നു, ഓർമ്മയുണ്ട്? ഡാനി അന്ന് ടീച്ചർ അതിനകത്ത് പുറത്തിറങ്ങിയതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അന്ന് ടീച്ചർക്ക് ഈ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റിയ നേരത്തെ. അതെ, അന്ന് ഇത്ര ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെ. അപ്പോ സീന ടീച്ചർ വേറെ ആരെ പറഞ്ഞാലും ഞങ്ങള് 8, 9, 10 ക്ലാസ്സുകളിൽ ഒരുമിച്ച് മുന്നേറിയ ആൾക്കാരാ. കാരണം സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും
ജന്മത്ത് കണക്ക് ചെയ്യിക്കാത്ത നമുക്ക് ആ ടീച്ചർ ഒരിക്കലും മറക്കില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റേന്റെ പേരിൽ ഒരിക്കലും നമ്മളെ നാണം കെടുത്തുകയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിക്കുകയോ ടീച്ചർ ചെയ്തില്ല. പിന്നെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച്, അതുകൊണ്ട് തന്നെ സെമിനാറിലൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും പേപ്പറിനൊക്കെ തോറ്റു കഴിഞ്ഞാല് നമ്മള് തീരെ അങ്ങ് ഡെസ്പ് ആവാതെ പോയതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ടീച്ചറായിരുന്നു. കാരണം തോൽവികളെയൊക്കെ അപ്പുറത്തേക്ക് ജയിക്കുന്ന ഉറപ്പ് വന്നത് ടീച്ചറാണ്. കുറെ ടീച്ചർമാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ് തൊട്ട് ഇപ്പൊ ഈ സെമിനാരി പഠിച്ച 12 കൊല്ലം, അതല്ലാതെ ഡിഗ്രിക്ക് പോയ 3 കൊല്ലം ഒക്കെ പഠിപ്പിച്ചവരുണ്ട്. പക്ഷെ ഒരു കാലത്ത് മറക്കാൻ പറ്റാത്തതിന്റെ കാരണം ടീച്ചർ ഇപ്പൊ ഒരു വീട്ടില് പിള്ളേരോട് എങ്ങനെ പെരുമാറും അതുപോലെ നമ്മളോട് ക്ലാസ്സിൽ പെരുമാറിയിരുന്നു. പ്രത്യേകിച്ച് ടീച്ചറെ കൂടെ നിൽക്കുന്ന നമ്മുടെ ജേക്കബ് ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ സെബാസ്റ്റ്യൻ ഉണ്ട്. അവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ അവാർഡ് ടീച്ചർക്കും ഞങ്ങൾക്കും അത് നേടിത്തന്നത്. അപ്പോ കുടുംബത്തിനും ടീച്ചർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങള്. സജിത്ത്, നീ എന്താടാ ക്യാമറ ഓൺ ആക്കാത്തെ? ക്യാമറ ഓൺ ആക്ക സജിത്ത്. തല്ലങ്ങനെ അധികം കിട്ടിയിട്ട് അവർക്ക് അങ്ങനെ തല്ലൊന്നും കൊടുക്കാറില്ല. സജിത്ത് ക്യാമറ ഓൺ ആക്ക്. ഓക്കെ, ഇനി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കും ടീച്ചറെ. ഞാനിവിടെ കാഞ്ചിയാർ പള്ളിയില് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരീഷണത്തിനും അതുപോലെ തന്നെ യൂത്തിനും വേണ്ടിയിട്ട് ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഓർഡിനേഷന്റെ സമയത്ത് ടീച്ചർ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പഠിപ്പിച്ച മകനിൽ നിന്നിട്ട് എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ചു എന്ന് പറഞ്ഞ വളരെ ഒരു ബ്യൂട്ടിഫുൾ പോസ്റ്റ്. ഞാൻ ഇന്ന് വരെ പിള്ളേർക്ക് ക്ലാസ് എടുത്തപ്പോ ഞാൻ മെൻഷൻ ചെയ്ത പേരുണ്ടെങ്കിൽ അത് സീനിയർ ടീച്ചറിന്റെ പേരാണ്. ദൈവം ഇനിയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും ഉയരങ്ങള് കീഴടക്കാനായിട്ട് സർവശക്തനായ ദൈവം ടീച്ചറിനെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മോനെ. നീ പറയുമ്പോ എനിക്കും കരച്ചിൽ വരുന്നുണ്ട്. എന്തായാലും ആവട്ടെ, നിങ്ങളങ്ങനെയൊക്കെ ഓർക്കണേൽ തന്നെ വലിയൊരു സന്തോഷം. എൻ്റെ ഒരു അധ്യാപക ജീവിതം ഒരു ധന്യമാവണ ഒരു സമയം പോലെ. അതായത് ഞാൻ വെക്കേഷന് വീട്ടിലെത്തുമ്പോ മറക്കാണ്ട് പോകുന്നൊരു വീടുണ്ടെങ്കിൽ സീനിയർ ടീച്ചറിന്റെ വീടായി. അതെ, തീർച്ചയായിട്ടും. നിങ്ങളൊക്കെ എത്തുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നതും ഞാൻ ഭയങ്കര അഭിമാനത്തോടെ തന്നെ മറ്റു ടീച്ചർമാരോടൊക്കെ പറയാറുണ്ട്. എന്തായാലും എല്ലാവരും വന്നതിൽ ഭയങ്കര സന്തോഷം. ഇപ്പോൾ പിന്നെ ഈ വീൽ ചെയർ ഉള്ളത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും പോകാൻ പറ്റും. ഈ എന്താ പറയുക, ഈ പൂമ്പാറ്റയ്ക്ക് ചിറക് ഉണ്ടാവില്ലേ, ചിറകുണ്ടാകുമ്പോൾ അതിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പറന്ന് കിടക്കില്ലേ. അതേപോലെ വീൽ ചെയർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എവിടെ വിളിച്ചാലും ആരെന്തിനെ വിളിച്ചാലും ആൾ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെ പാറി പാറി പറന്ന് നടക്കണം. അതൊരു സന്തോഷം അങ്ങോട്ട്. അതിൻ്റെ പിന്നാലെ നമ്മളും